മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. മധുരം ജീവിത സായാഹ്നം എന്ന പരിപാടിയിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. കുടുംബം എന്നത് തിരുസഭയുടെ ചെറിയൊരു കണികയാണ്. പരസ്പരം സ്നേഹിക്കുന്ന കുടുംബം എന്നത് സ്വർഗരാജ്യത്തിന്റെ മുൻ ആസ്വാദനവും. എന്നാൽ തിരക്കേറിയ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനോ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനോ കഴിയാതെ പോകാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വീട് എന്ന് പറയുന്നത് കുര്യാക്കോസ് ചേട്ടൻ്റെ ഫാമിലിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൂവപ്പള്ളി സെൻറ് ജോസഫ് ഇടവക അംഗമായ കുര്യാക്കോസ് ചേട്ടൻ്റെ ഫാമിലി ഇന്ന് ഈ തലമുറയ്ക്ക് ഒരു നല്ല മാതൃകയായി മാറുകയാണ്. ഈ കുടുംബത്തെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് വടശ്ശേരിൽ ജോസഫ് കുര്യാക്കോസിന്റെ ഭവനം. കോട്ടയം ജില്ലയിലെ കൂവപ്പള്ളിയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോസഫ് ചർച്ച് കൂവപ്പള്ളിയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോസഫ് കുര്യാക്കോസ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അപ്പച്ചൻ. എൻ്റെ പേര് സിസ്റ്റർ ആനി ടോം. ഞാൻ വീട്ടിലെ 4ാമത്തെ ആളാണ്. വീട്ടിൽ എനിക്ക് അച്ചാച്ചനും അമ്മച്ചിയും നല്ല ഓർമ്മകളാണ് കുഞ്ഞിലെ തന്നിരിക്കുന്നത്. എൻ്റെ ദൈവവിളിയുടെ കാരണം തന്നെ എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയുമാണ്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് തൊട്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അച്ചാച്ചന് ഒത്തിരി നിഷ്ഠയുണ്ടായിരുന്നു. എല്ലാ ദിവസവും കുരിശു വരയ്ക്കാനും അതുപോലെ പള്ളിയിൽ വിടാനും അച്ചാച്ചൻ വളരെ നിഷ്ഠയോടുകൂടി ഞങ്ങളെ വിട്ടിരുന്നു. അതുപോലെ തന്നെ സ്കൂള് നേരത്തെ ആണെങ്കിൽ ശനിയാഴ്ച എല്ലാ ദിവസവും ഞങ്ങളെ നൊവേനയ്ക്ക് വിടുകയും മാതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അവധിക്കാലങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ എന്നും അച്ചാച്ചൻ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് എന്നും പറയും, സുഹൃദേവം എത്രയെണ്ണം ചൊല്ലി അത് എഴുതി വെക്കണം. അങ്ങനെ ഒരു നിഷ്ഠയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോടത് ശനിയാഴ്ചകൾ വൈകിട്ടാകുമ്പോൾ ചോദിക്കും, എത്ര പ്രാവശ്യം ചൊല്ലി, എത്രയെണ്ണം എഴുതി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞങ്ങളത് അച്ചാച്ചൻ പരിശോധിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നോമ്പ് കാലങ്ങളിൽ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ അച്ചാച്ചൻ വൈകിട്ട് ഇന്നും കടയിൽ അച്ചാച്ചന് ബിസിനസ്സായിരുന്നു. ബിസിനസ്സിൻ്റെ സമയത്ത് കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ അച്ചാച്ചൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കുരിശു വരയ്ക്കുന്നത്. കുരിശു വരയ്ക്കുമ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലാനും പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ അതിന് പ്രോത്സാഹനം നൽകുകയും ഞങ്ങളെല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചെല്ലുകയും അതിനകത്ത് അച്ചാച്ചൻ പങ്കെടുത്തിട്ടേ എല്ലാവരും കിടന്നുറങ്ങത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെ ഒരു പ്രാധാന്യം ഞങ്ങളുടെ കുടുംബത്തിന് എന്നും ഉണ്ടായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ അതിനെന്നും ഒത്തിരി ഞങ്ങളെ സഹായിച്ചത് അമ്മച്ചിയാണ്. വീട്ടിലായിരിക്കുന്ന അമ്മയായിരിക്കുമല്ലോ പലപ്പോഴും. അപ്പം അമ്മ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് നോക്കുകയും ആ കാര്യത്തിൽ അച്ചാച്ചൻ്റെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. മക്കൾക്കും അപ്പച്ചനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. എൻ്റെ പേര് ബെന്നി. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകനാണ്. എനിക്ക് 6 സഹോദരിമാരും ഒരു സഹോദരനുമാണുള്ളത്. ഒരു സഹോദരി ST സിസ്റ്റേഴ്സിൽ അംഗമാണ്, ST സഭ അംഗമാണ്. ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ഗ്രേസി കാഞ്ഞിരക്കാട് കുടുംബാംഗമാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ MBA പഠനം കഴിഞ്ഞ് വിപ്രോ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ മകൾ സെൻറ് ജോസഫ് കൊമേഴ്സ് കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. കൊമേഴ്സാണ് സബ്ജക്റ്റ്.
ഞങ്ങളുടെ ചാച്ചൻ ബോംബെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിലാണ് ആദ്യകാലത്ത് ജോലി ചെയ്തിരുന്നത്. ഞങ്ങളുടെ മക്കളെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം എരുമേലി ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഭയങ്കരമായ വായനാശീലമുള്ള ആളാണ്. എപ്പോഴും വായനയും പ്രാർത്ഥനയും കൊന്തയും ദിവസവും 2 പ്രാവശ്യം 3 പ്രാവശ്യം കൊന്തയൊക്കെ ചെല്ലുകയും ദിവസവും വായനയിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു 92 വയസ്സായി. നന്നായി ഞങ്ങൾ ബന്ധപ്പെട്ട് നടക്കുന്നു. എൻ്റെ അമ്മ 1.5 വർഷമായി അമ്മ മരിച്ചു പോയിട്ട്. അമ്മ ഞങ്ങളെ രാവിലെയും വൈകുന്നേരവും കൊന്തയിലുവാനായിട്ട് നിർബന്ധിക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്മ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉപവാസ പ്രാർത്ഥനയിൽ നടന്നിരുന്ന ആളാണ്. അപ്പച്ചനും എല്ലാ ദിവസവും ജപമാല ചെല്ലുവാനും വൈകുന്നേരം പ്രാർത്ഥന 7 മണിക്ക് ചെല്ലണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നിട്ട് 28 വർഷത്തോളമായി. 14 വർഷത്തോളം ഞങ്ങൾ അച്ചാച്ചൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. പിന്നെ അച്ചാച്ചനെ സംബന്ധിച്ച് ഞാൻ അച്ചാച്ചനെ കാണുമ്പോൾ മുതലേ അച്ചാച്ചൻ്റെ കയ്യിൽ എപ്പോഴും ജപമാല ഉണ്ടായിരിക്കും. ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തൊട്ട് രാവിലെ 6 മണിക്ക് എല്ലാവരും ഒരുമിച്ച് ജപമാല ചെല്ലണം. വൈകുന്നേരവും സന്ധ്യ ആകുമ്പോൾ കൃത്യസമയത്ത് ജപമാല ചെല്ലണം. അച്ചാച്ചന് ബൈബിള് വായിക്കുകയും ശാലോമ അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നതിൽ അച്ചാച്ചൻ വളരെ കൃത്യമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കൊച്ചുമക്കളുടെ കാര്യത്തിലാണെങ്കിൽ അച്ചാച്ചന് വലിയ നിർബന്ധമുള്ള ആളായിരുന്നു. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ അച്ചാച്ചനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഗ്രാമറും ഇംഗ്ലീഷിന് പാഠഭാഗങ്ങളും എല്ലാം അച്ചാച്ചനാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അച്ചാച്ചന് ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു നിർബന്ധമുള്ള ആളല്ലായിരുന്നു. പക്ഷേ എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. എൻ്റെ പേര് ബിജു. ഞാനാണ് ഈ തറവാട്ടിൽ നിൽക്കുന്നത്. എൻ്റെ ഭാര്യ ലിൻസി, മോൻ ആൽബി, മോൾ ആഷ്ലി. അച്ചാച്ചനെ പറ്റി വളരെ നല്ല നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങളുടെ ഉന്നമനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകയും ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും അങ്ങനെ വളരെ നല്ലൊരു മാതൃകാപരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് കാണിച്ചതാണ്. ചെറുപ്പം മുതലാണെങ്കിൽ ഞങ്ങളെ ദിവസവും പള്ളിയിൽ വിടുകയും കുർബാനയ്ക്ക് കൂട്ടാൻ ഇത് അൽത്താരപാലനായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മോനും ഇപ്പോൾ അൽത്താരപാലനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭൗതികപരമായ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം അച്ചാച്ചൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചാച്ചന് വളരെ ഈ പാവങ്ങളോട് വളരെ കരുണയും സ്നേഹവും ഉണ്ട്. അവർക്കൊക്കെ വീട്ടിലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും സാമ്പത്തികമായിട്ട് സഹായിക്കാനും ഒക്കെ അച്ചാച്ചൻ വളരെ മുൻപന്തി നിന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ആണെങ്കിലും അച്ചാച്ചനായിരുന്നു വളർത്തുകയും ഇതൊക്കെ ചെയ്തത്. നേരത്തെ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് പ്രചോദനമായി നിന്നതും ആത്മീയമായ രീതിയിൽ ഞങ്ങളെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങളെ നല്ലൊരു അവസ്ഥയിലെത്തിക്കുന്നതിന് അച്ചാച്ചൻ വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ 24 വർഷം എന്ന് പറഞ്ഞാൽ ഇവർ മൂത്ത 2 ആൺമക്കളാണ്. അതിനുശേഷം ബാക്കിയുള്ള 6 പേരും പെൺപിള്ളേരാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കൂട്ടത്തിൽ, ആ ഒരു ഗണത്തിൽ തന്നെ എന്നെയും ഇവർ അച്ചാച്ചനും അമ്മച്ചിയും പരിഗണിക്കുകയും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ യാതൊരു റെസ്ട്രിക്ഷൻസോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതിന് അച്ചാച്ചനും അമ്മച്ചിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ എല്ലാം അച്ചാച്ചന് എപ്പോഴും കയ്യിൽ കൊന്ത കാണുമായിരുന്നു. അച്ചാച്ചൻ എപ്പോഴും ജപമാല ചൊല്ലി ഇരിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് തന്നെ പിള്ളേരുടെ കാര്യങ്ങളിലും എപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ ഞങ്ങൾ മിക്കവാറും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്, മിക്കവാറും ഞങ്ങൾ അച്ചാച്ചനും അമ്മച്ചി ഞങ്ങൾ മക്കളെല്ലാവരും ഒന്നിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ വണ്ടിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊന്ത ചൊല്ലി ഞങ്ങൾ യാത്രയിലാണ് പോകുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെ ആ കൊന്ത ചൊല്ലുന്ന ആ ഒരു പിന്തുണ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളത് പിന്തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചാണ്. എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാ സമയത്തും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എപ്പോഴാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് ആരും ഇരുന്ന് ചെയ്യാറില്ല. അതും ഞങ്ങളുടെ വലിയൊരു ഐക്യത്തിൻ്റെ കാരണമാണ്. അതുപോലെ കുടുംബ പ്രാർത്ഥനയുടെ സമയം, അതൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തായിരിക്കും ഞങ്ങളെല്ലാവരും കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത്. അതും അങ്ങനെ ആ ഒരു കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും അമ്മച്ചിയാണേലും അച്ചാച്ചനാണേലും ഞങ്ങളുടെയും ഈ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല സന്തോഷമായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും നിർവഹിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മിനി. ഞാൻ ഇവിടുത്തെ 3ാമത്തെ മകളാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സോജൻ. ഇത് മകൻ കുര്യാച്ചൻ. മൂത്ത മകൻ UK-യിലാണ്, മാനുവൽ. പിന്നെ അച്ചാച്ചനെ പറ്റി അമ്മയെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഓർമ്മകളാണുള്ളത്. അച്ചാച്ചനും അമ്മയും ഞങ്ങളെ നല്ല ശിക്ഷണത്തിലാണ് വളർത്തിയത്. രാവിലെ എഴുന്നേൽപ്പിക്കുക, പള്ളിയിൽ വിടുക, പിന്നെ കൊന്തയില്ലിക്കുക, അങ്ങനെ നല്ല അച്ചടക്കത്തിലും നല്ല ബോധ്യത്തിലുമാണ് വളർത്തിയത്.
പിന്നെ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഞങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഞങ്ങൾ എല്ലാ മാസവും ഒന്നിച്ചു കൂടാൻ വേണ്ടി അച്ചാച്ചൻ ഉത്സാഹിക്കുമായിരുന്നു. അമ്മയുള്ളപ്പോഴും അതെ, മക്കളെല്ലാവരും ഒന്നിച്ച് എല്ലാ മാസവും കൂടണമെന്ന് പറയുമായിരുന്നു. പിന്നെ ചെറുപ്പകാലങ്ങളിലാണ് ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി പള്ളി പെരുന്നാളിന് കൊണ്ടുപോവുക, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൂടെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അച്ചാച്ചൻ്റെ ആ ജപമാല ഭക്തി ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കുമൊക്കെ ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിലും നല്ല വെളുപ്പിനെ എഴുന്നേറ്റ് നല്ല ശിക്ഷണത്തിലാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ കപ്പാട് ചെലമ്പിൽ എന്നുള്ള ഫാമിലിയാണ്, ആദ്യത്തെ ബന്ധുവാണ് ഞാൻ. ഇവിടുത്തെ അച്ചാച്ചനെ അമ്മയും എൻ്റെ ഭാര്യ വിളിക്കുന്നത് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. വളരെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഈ കുടുംബമായിട്ട് വിവാഹത്തിന് മുന്നേ ആണേലും അറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു ബന്ധവും കണക്ഷനും ഒക്കെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ വിഷയങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും എല്ലാ പരിപാടിയും പങ്കെടുക്കുകയും എല്ലാം പാർട്ടിസിപ്പേഷൻ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് സുമ. ഞാൻ അച്ചാച്ചൻ്റെ 5ാമത്തെ മകളാണ്. എന്നെ പാലായിലേക്ക് ഇട്ടിച്ചേക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ടോമി, മക്കൾ 3 പേരാണ്, അലൻ, അമൽ, അനീറ്റ. 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളത് അച്ചാച്ചന് ഇപ്പോഴും നിർബന്ധമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കാനും അച്ചാച്ചനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ബന്ധം കൊണ്ട് 24 വർഷമായി. ഞാൻ അച്ചാച്ചനെ കണ്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളെ മക്കളെയും മരുമക്കളെയും എല്ലാവരെയും രാവിലെ എണീപ്പിച്ച് ജപമാല ചെല്ലിക്കുമായിരുന്നു. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബൈബിൾ വായിപ്പിക്കുകയും ചെയ്യും. പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും എല്ലാവരും ഒത്തുകൂടുകയും എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടി കൂടുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പേര് സന്തോഷ്, ചങ്ങനാശ്ശേരിയാണ് വീട്. ഞാനിവിടുത്തെ 6ാമത്തെ മകൾ സുജ കല്യാണം കഴിച്ചിരിക്കുന്നു. ചങ്ങനാശ്ശേരി അമ്പാട്ടാണ് എൻ്റെ വീട്ടുപേര്. ഞങ്ങളിപ്പോൾ UK സെറ്റിലാണ്. മക്കൾ 3 പെൺമക്കളാണ്. അവരുടെ മൂത്തയാൾ യൂണിവേഴ്സിറ്റി, ബാക്കി 2 ആൾ കോളേജിൽ പഠിക്കുന്നു. വൈഫ് ഇപ്പോൾ അവിടെയാണ്. ഞാൻ നവംബറിൽ പോകുന്നു. അപ്പം ഈ കുടുംബത്തിൽ വന്ന നല്ലൊരു ദൈവീക അന്തരീക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ പിള്ളേർക്കാണെങ്കിലും നല്ലൊരു മാതൃകയായിട്ടുള്ള വല്യപ്പനും വല്യമ്മയും ഇവിടെ അവർ നല്ല വഴികാട്ടിയായിട്ട് നല്ലൊരു ദൈവാനുഭവം ഇവിടുന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ അനിയത്തിയാണ് സിമ്മിയുടെ ചെവി കേൾക്കത്തില്ല. അതുപോലെ തന്നെ ജസ്റ്റിനും ചെവി കേൾക്കത്തില്ല. ജസ്റ്റിൻ വർക്ക് ചെയ്യുന്നത് പോട്ട ആശ്രമത്തിലാണ്, പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ച് ഉണ്ടായപ്പോൾ തൊട്ട് അവൾക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. പക്ഷേ അപ്പനും അമ്മയും അവളെ പഠിപ്പിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ എല്ലാ ദിവസവും പള്ളി വിടാനും പ്രാർത്ഥിപ്പിക്കുവാനും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ സമയത്തും അവൾക്ക് ആ പ്രാർത്ഥനാ ചൈതന്യം എന്നും കുരിശു വരയ്ക്കാനും വീട്ടുകാരോടുകൂടി എന്നും കൊന്ത ചെല്ലാനൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുഭവങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നതും ഈ വീട്ടിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനയാണ്. ഇവളെ BCom വരെ പഠിപ്പിച്ചത് അപ്പച്ചനാണ്. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റോടു കൂടി പഠിപ്പിക്കാനും കൊച്ചിനെ കൊണ്ടുവരാനും ഹോസ്റ്റലിലായിരുന്നപ്പോൾ അവരുടെ ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കൊച്ചു വളരാനായിട്ടൊക്കെ സാധിച്ചു. അപ്പം അപ്പച്ചനും അമ്മച്ചിക്കും ഏറ്റവും ഇളയ അനീതി ആയതുകൊണ്ട് ഒത്തിരി ഒരു സ്നേഹമുണ്ടായിരുന്നു. കുഞ്ഞിനെ ഒരു പൊന്നുപോലെയാണ് കാത്തിരുന്നത്. ഈ വൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അമ്മച്ചിക്കും അച്ചാച്ചനും ഒത്തിരി താല്പര്യമായിരുന്നു. നല്ലൊരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴും വളരുന്നത്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചൻ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അപ്പച്ചനെ കൂടുതൽ സന്തുഷ്ടനാക്കുന്നത്. എൻ്റെ ഒരു കുര്യൻ. ഞാൻ അപ്പച്ചൻ്റെ 2ാമത്തെ കൊച്ചുമോനാണ്. ചെറുപ്പം തൊട്ടേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അപ്പച്ചൻ നന്നായിട്ട് ഇടപെടുകയും എൻ്റെ പള്ളി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും കുദാശകളെല്ലാം പഠിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഒരു എത്തിക്സും മൊറാലിറ്റി എല്ലാം പഠിപ്പിച്ചു തന്നത് അപ്പച്ചനാണ്. പണ്ട് തൊട്ടുള്ള ചെറുപ്പം തൊട്ടേ എന്നെ നല്ല രീതിയിൽ നടക്കാനും ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കാനും എല്ലാം സഹായിച്ചത് അപ്പച്ചനായിരുന്നു. എൻ്റെ പേര് അമൽ. ഞാൻ അപ്പച്ചൻ്റെ 7ാമത്തെ കൊച്ചുമോനാണ്. ഞങ്ങൾ അവധിക്കാലങ്ങളിൽ വീട്ടിൽ വരുമ്പോൾ ഇവിടെ പള്ളിയിൽ പെരുന്നാളായിരിക്കും. അപ്പോൾ ഞങ്ങളെ പെരുന്നാളിന് കൊണ്ടുപോയും കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരികയും അങ്ങനെ കൊച്ചു കൊച്ചു ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. എൻ്റെ പേര് അലൻ. ഞാൻ അപ്പച്ചൻ്റെ 5ാമത്തെ കൊച്ചുമോനാണ്.
ഞങ്ങളിവിടെ വരുമ്പം ഞങ്ങൾക്ക് എല്ലാം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരികയും പെരുന്നാളിന് കൊണ്ടുപോവുകയും ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു തരികയും ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിരുന്നു, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. എൻ്റെ പേര് ആഷ്ലി. ഞാൻ 4ാമത്തെ കൊച്ചുമോളാണ്. ഞാനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. എൻ്റെ ബാല്യകാലം ഞാനിങ്ങനെ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലുള്ളത് അച്ചാച്ചനും അമ്മച്ചി എന്നും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പം പള്ളി കഴിഞ്ഞ് വരുന്നതാണ്. അതുപോലെ തന്നെ അച്ചാച്ചൻ ഇപ്പം കൈ കൊന്ത പിടിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ഓർമ്മ ഫുള്ള് അച്ചാച്ചൻ എപ്പോഴും പറയും, നിങ്ങൾ എവിടെ പോയാലും കയ്യിലൊരു കൊന്ത വേണം, എപ്പോഴും മാതാവിനെ കൂട്ടുപിടിക്കണം, എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ പറയണം. അങ്ങനെ എന്നെ പഠിപ്പിച്ചത് തന്നെ അച്ചാച്ചനാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലവും എന്നെ കൈപിടിച്ച് നടത്തുന്നത് അച്ചാച്ചനാണ്. അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, എന്നെ കുഞ്ഞുനാളിൽ എന്നെ കൈപിടിച്ച് നടത്തിയത് അച്ചാച്ചനാണ്. ഇന്ന് അച്ചാച്ചന് നടക്കാൻ പറ്റാത്ത വിഷമിക്കുന്ന സാഹചര്യത്തിൽ അച്ചാച്ചനെ കൈപിടിച്ച് നടത്തുന്നത് ഞാനും ആൽവിയുമാണ്. അങ്ങനെ ഞങ്ങളുടെ ബാല്യം അച്ചാച്ചൻ ഇപ്പോൾ ജീവിക്കുകയാണ്. എൻ്റെ പേര് ആൽവി. ഞാൻ 6ാമത്തെ കൊച്ചുമോനാണ്. ഞാനും ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ അച്ചാച്ചൻ്റെ കൂടെ താമസിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പം ഏതാണ്ട് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നിരുന്നത്. ആ ഒരു സമയങ്ങളിൽ രാത്രി കിടക്കുമ്പോൾ അച്ചാച്ചൻ ഓരോ കഥകൾ പറയുകയും നമ്മളെ വിശ്വാസത്തിൽ ഒരു നല്ല വ്യക്തിയെ എങ്ങനെ വളരണം, ഒരു നല്ല വിശ്വാസം എങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് നല്ലപോലെ പറഞ്ഞു തരികയും ആദ്യ കുർബാന സമയങ്ങളിൽ ഞങ്ങളെ നല്ലപോലെ പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വേദപാഠത്തിൻ്റെ സമയത്ത് കലോത്സവം വരുമ്പം ഓരോ പ്രസംഗ മത്സരത്തിൽ ഞങ്ങൾക്ക് ഓരോ പ്രസംഗം എഴുതി തരികയും അതെങ്ങനെ പറയണമെന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും എല്ലാം ചെയ്ത അച്ചാച്ചനാണ്. അതുപോലെ തന്നെ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അച്ചാച്ചൻ പള്ളി കഴിഞ്ഞ് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ മുട്ടായി മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ തന്നുവിടും. എന്നിട്ട് നല്ലപോലെ പോയി പഠിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നല്ലപോലെ അച്ചാച്ചൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. എൻ്റെ പേര് അനീറ്റ. ഞാൻ ഇവിടുത്തെ 10ാമത്തെ കൊച്ചുമോളാണ്. അപ്പച്ചനെ പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടി തന്നെ. എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും പള്ളിയിലെ പ്രസംഗവും സ്കൂളിലെ പ്രസംഗവും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം എഴുതി തന്നുകൊണ്ടിരുന്നതും എന്നെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നതും അച്ചാച്ചൻ തന്നെയാണ്. ഞാൻ എപ്പോൾ ഫോൺ വിളിച്ചാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അച്ചാച്ചനാണ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോൾ അമ്മ വീട്ടിൽ വന്നാലും എപ്പോഴും നല്ല സ്നേഹത്തോടുകൂടിയും അച്ചാച്ചനും അമ്മയും എല്ലാവരും ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. തിരിച്ചു പോകുമ്പോഴാണേലും കൈ നിറയെ സമ്മാനങ്ങളും മിഠായികളും എല്ലാം ആയിട്ട് പിന്നെ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് തരുമായിരുന്നു. വടശ്ശേരി കുര്യാക്കോസ് ചേട്ടൻ്റെ ഫാമിലിയുമായി വളരെയധികം ആത്മീയ ബന്ധം പുലർത്തുന്ന ഇവരുടെ വികാരിയച്ഛൻ ഫാദർ മാത്യു പുതുമന ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. കുര്യാക്കോസ് എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന അപ്പച്ചൻ ചേട്ടൻ്റെ ഭവനത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 92 വയസ്സോളമുണ്ട് അദ്ദേഹത്തിന്. ഈ 92 വർഷക്കാലത്തിൽ 1.5 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി തസ്യമ ചേട്ടത്തി നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പച്ചേട്ടൻ 92 വയസ്സുണ്ടെങ്കിലും ശരി, വളരെ നല്ലൊരു ജീവിതം, സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം, ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണം ആ കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ നിലനിർത്തുന്നത് കൊണ്ടാണ്. ബിജുവിൻ്റെ ഭാര്യ ലെൻസി, അവരുടെ മക്കൾ എല്ലാം ഈ അപ്പൻ്റെ കാര്യത്തിൽ സജീവമായിട്ടുള്ള ശ്രദ്ധ എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ മറ്റു മക്കൾ വരുമ്പോഴും അപ്പൻ്റെ കാര്യത്തിൽ അപ്പനെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും അദ്ദേഹത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബഹുമാനിക്കാനായിട്ടുമൊക്കെ അവർ സദാ താല്പര്യരാണ്. അതുപോലെ തന്നെ ഇടവക്കാരായിട്ടുള്ള മറ്റ് ആളുകൾ അവിടെ ഇടവകയിൽ നിന്നും ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാനും ഒക്കെ ഇവർ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സത്യത്തിൽ സഭയ്ക്ക് വളരെ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്.
കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് വടശ്ശേരിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. തന്ത്രികൾ മീട്ടും സംഗീതം. നമ്മുടെ വളർച്ചയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഈ തിരക്കിനിടയിൽ പലപ്പോഴും മക്കൾക്ക് ആവശ്യത്തിന് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്നതിനോ അവരെ കേൾക്കുന്നതിനോ സമയം കിട്ടാറില്ല. ഈ ഒരു പ്രവണത മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കണം എന്നതിനെക്കുറിച്ചും തൃശ്ശൂർ സഹായമെത്രാൻ അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. പരസ്പരം സ്നേഹിക്കുന്ന മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനം പോലെയാണ്. ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് മാതൃകയായി മാറുന്ന ഒരു കുടുംബമാണ് വടശ്ശേരി കുര്യാക്കോസ് അപ്പച്ചൻ്റെ ഈ ഫാമിലി. ഇനിയും ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ കുടുംബം ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ സ്നേഹകൂടാരത്തിന്, ഈ നല്ല കുടുംബത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് അപ്പച്ചൻ്റെ ഈ ഫാമിലിക്കും കൂടെ ഗുഡ്നസ് ടിവിയുടെ ഒരു ചെറിയ പുരസ്കാരം. ഒത്തൊരുമയുള്ള കുടുംബങ്ങൾ എന്നും സഭയ്ക്കും സമൂഹത്തിനും ഒരു നല്ല മുതൽക്കൂട്ടാണ്. ഇത്തരത്തിൽ സമൂഹത്തിന് മാതൃകയാകുന്ന മറ്റൊരു കുടുംബവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.